ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഫൺ മീഡിയ മെറ്റീരിയലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കാർ ഫോർ സെയിൽ അതൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ആയിട്ടാണ് ഗൈസ്. ഉണ്ടോ, നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റ് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്നാളൊരു ദിവസം കളിച്ചിട്ടുണ്ട് ഗൈസ്, പക്ഷെ അത് വേറെയാണ്. ഇതാണ് നമ്മളെ ഒറിജിനൽ സാധനം. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ ആൾക്കാർ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ബില്ലടിക്കണം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യാനൊക്കെ പറ്റും. അത് നമ്മൾ നോക്കണം എന്തിനാണ് കാര്യങ്ങളെന്നൊക്കെ. പിന്നെ നമുക്ക് ഇതൊക്കെ എടുത്തിങ്ങനെ മാറ്റി ഇരിക്കാനൊക്കെ പറ്റും. കണ്ടോ, നമുക്ക് എന്തായാലും ഇത് ഇരുന്നിടത്ത് തന്നെ അങ്ങ് വെച്ചേക്കും. ഓക്കെ, കുറച്ചും കൂടെ അകത്തോട്ട്. ഓക്കെ, അതവിടെ പോയി. ഇത് നമുക്ക് ഈ സാധനം നമുക്ക് എടുത്ത് വിൽക്കാൻ പറ്റും ഗൈസ്. കണ്ടോ, ഇങ്ങനെയൊന്നുമല്ല, ഇതവിടെ എടുത്ത് പോയി. കണ്ടോ, നമുക്ക് ഇതിനടുത്ത് പെട്ടിക്കകത്തൊക്കെ ആക്കാനൊക്കെ പറ്റും ഗൈസ്. ഓക്കെ, ഇതപ്പം നമുക്കിവിടെ വെച്ചേക്കാം. നമുക്ക് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം ഗൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത്. ഇതെന്തോന്ന്? ഓക്കെ ഗൈസ്, അതൊക്കെ പോയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇതാണ് മാർക്കറ്റ് ഉണ്ട് ഗൈസ്, മാനേജ്മെൻ്റ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. ബാങ്ക് നമുക്ക് നോക്കി നോക്കാം. ബാങ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കാൻ പറ്റും ഗൈസ്. പിന്നെ നമുക്ക് പേയ്മെൻറ്റിൽ പോയി ഇവിടെ നമുക്ക് അടയ്ക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ലോണ് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് $50 ഗൈസ്. നമുക്ക് എടുത്ത വഴി ലോണൊന്നും എടുക്കണ്ട, എന്നാൽ പിന്നെ പണിയായിരിക്കും ഗൈസ് അടയ്ക്കാനൊക്കെ. മാർക്കറ്റ്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മളെ സാധനങ്ങളൊക്കെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോന്നും ഇതിൻ്റെ വില ഉണ്ടാക്കി $35. നമുക്ക് അത് ഒരെണ്ണം വാങ്ങിച്ചിരിക്കാം. പിന്നെ ഇതൊന്ന് അല്ലേ വേണ്ട ഗൈസ്, ഒരു മിനിറ്റ്. നമുക്കേ കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ ആഡ് ചെയ്തില്ലേ ഗൈസ്. ഓക്കെ, നമുക്ക് പണ്ടാര് പരസ്യക്കാർ പറഞ്ഞു. ഓക്കെ, നമുക്ക് മാർക്കറ്റിൽ പോയി ഇത് അതൊന്നുമല്ല, ഷെൽഫ് ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഗൈസ്. ഫ്രിഡ്ജൊന്നും ഇപ്പം ഇല്ല. ഫർണിച്ചർ കുറേ സാധനങ്ങളുണ്ട് നമുക്കിപ്പം. ഓക്കെ, ഒരു 2 സാധനങ്ങളാണ് ഗൈസ് ഇപ്പം വാങ്ങിച്ചിട്ടുള്ളത്. അത് നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. അത് വന്നിട്ടുണ്ടെന്നാണ് പോയി പറഞ്ഞാൽ കീന്ന് എടുത്ത് അകത്തോട്ട് കൊണ്ടിടാം ഗൈസ്. ഇതിന് നമുക്കിവിടെ വെച്ചേക്കാം. ഇവന്മാരെന്തരടി, ഇതിൻ്റെ അകത്ത് എന്തോന്ന് ബ്രെഡാണ് ഗൈസ് ഇത്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. അതവിടെ ഒതുങ്ങിയിരിക്കും. നമുക്ക് പോയി അടുത്ത പെട്ടി എടുക്കാം. ഇതിൻ്റെ അകത്തൊക്കെ എന്തോന്നാണ്. എട് അതാടാ കൊണ്ടോ. ചോക്കി പിക്ക് അതെന്താ ഗൈസ്. നമുക്കിതിനെ ഇവിടെ തുറന്നിട്ട് ഇവിടെ വയ്ക്കാം. അയ്യോ, ഞാൻ തറ കളഞ്ഞു. ഓക്കെ, ഇതിനെ നമുക്ക് എന്തോന്നടേ, ഇതെന്തോന്നടേ. ഓക്കെ, നമുക്കിനി ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഈ ബോക്സിനെ അവിടെ കൊണ്ട് കളയണം ഗൈസ്. നമ്മളിത് ഇന്നാൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരെണ്ണം കളിച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെയാണ് ഗൈസ്. നമുക്കിനി ഈ പെട്ടി എടുക്കാം. ഈ പെട്ടി എടുത്ത് നമ്മൾ പിന്നെ ഭയങ്കര ബിസിനസ് മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും കാണില്ല ഗൈസ്. ഓക്കെ, ബ്രെഡ് നമുക്ക് ബ്രെഡ് നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കാം ഗൈസ്. ഓക്കെ, ഇനി ഈ ബ്രെഡിൻ്റെ ഇതും കൊണ്ട് നമുക്ക് കളഞ്ഞിരിക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വില ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേക്കാം ഗൈസ്.
കുന്തമൊക്കെ പോയി ഗൈസ്. നമുക്ക് താണ്ട് ഇവിടെ ആവറേജ് കോസ്റ്റ് ആണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ ഉണ്ട് ഗൈസ്. അതൊക്കെ നമ്മൾക്ക് ഒരു പ്രൈസ് ഇടാം. ഒരു 4.01 വേണ്ട 0.5. എന്നാൽ നമുക്ക് പ്രോഫിറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടാ ഗൈസ് നിങ്ങൾ? നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇടണം. ഓക്കെ, ഇപ്പം എങ്ങനെയായി? ഓക്കെ ബ്രെഡ് 12 ഉണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ കൂട്ടി ഇടണം. ഓക്കെ, നമുക്ക് പ്രോഫിറ്റൊക്കെ അത്യാവശ്യത്തിനുണ്ടല്ലോ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പോൾ ഗൈസ് ഉദ്ഘാടനം നമുക്ക് നടത്തിയേക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഉദ്ഘാടനം നടത്താൻ പോകുന്നത് മിസ്റ്റർ ആൾക്കാരൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉദ്ഘാടനം വലുത് കഴിച്ച് തന്നെ ഐശ്വര്യമായിട്ട് നടത്തിയേക്കാം. ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. വന്നോ ചേട്ടന്മാരെ, എല്ലാവരും വന്നോ. ചാച്ചിമാരെ, ചേട്ടന്മാരെ, മാവന്മാരെ, അപ്പൂമാരെ, നമ്മളെ പുതിയ കട തുടങ്ങിയ ഒരപ്പം ഓൾറെഡി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ നമുക്കെന്തായാലും ഇനി ഇവിടെ ഇരുന്നാൽ മാത്രം മതി ഗൈസ്. ഓക്കെ, ബാക്കി പൈസയൊക്കെ നമുക്ക് കൊടുക്കണം. പൈസ വരട്ട്. ഓക്കെ, നമുക്ക് ചേഞ്ച് കൊടുക്കണമെന്നാണ് ഇവിടെ. ഓക്കെ, നമുക്ക് പൈസ ചേഞ്ച് കൊടുക്കാനുണ്ട്. കണക്കൊക്കെ വേണം കേസ്. ഇനി അതൊരു 50, പിന്നെ ഒരു 10, നമുക്കിനി ഒരു 60 കൂടെ കൊടുക്കാനുണ്ട് കേസ്. പക്ഷെ നമ്മൾ 50 കൊടുക്കൂ. അയ്യോ, നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തു കേസ്. നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മൈനസ് ചെയ്യണം. എത്ര നമുക്ക്? ഓക്കെ, നമുക്കൊരു 20. അയ്യോ, ഓക്കെ, നമുക്ക് ഇത്ര മതിയല്ലേടാ. പിന്നെന്ത്? അയ്യോ, പറ്റിച്ച്. സ്റ്റീഫാ പറ്റിച്ചടേ, ചേട്ടനെ പറ്റിച്ചടേ. അവനെ പറ്റിച്ച് ഗസ്. അപ്പൂവനെ പറ്റിച്ച് നമ്മൾ. ഓക്കെ, ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട് ഗസ്. ഓക്കെ, നമുക്ക് എത്ര കൊടുക്കാം? 10 അല്ലേ? 10 നമുക്ക് എടുക്കാൻ പറ്റും. ഇത് എടുക്കാനില്ലേ? അപ്പം നമുക്ക് ഒരു 21 എടുത്ത് നോക്കും. വേണ്ടല്ലേ? ഓക്കെ, ബ്രെഡ്. ഓക്കെ, നമുക്ക് ബ്രെഡൊക്കെ സാഹസികമായി നമ്മൾ എടുത്തിട്ട് ഇവിടെ നിന്ന് പൈസയാണ് ഗസ്. നമുക്ക് പിന്നെ ചേഞ്ചൊന്നും ഇല്ല. പോ നമ്മളെ പറ്റിക്കാൻ നടക്കണം. പിന്നെ നമ്മളിപ്പോൾ തന്നെ പറ്റിക്കപ്പെടും. ഓക്കെ, നമുക്ക് 10 കൊടുക്കാം ഗേസ്. 10, 20 നമുക്ക് എടുക്കാം. ഓക്കെ, ക്രെഡിറ്റ് കാർഡൊക്കെയാണ് ഗേസ് ഇപ്പോഴത്തെ എല്ലാവരും എന്താ ചെയ്യും. ഓക്കെ, നമുക്ക് ചേഞ്ചൊന്നും കൊടുക്കാനില്ല. നമുക്ക് ഇന്ന് എടുക്കുകയല്ലേ ഗേസ്. ഓക്കെ, അടുത്ത നമുക്ക് ഇത് ക്രെഡിറ്റ് കാർഡായിരിക്കും. അല്ല, പൈസ. ഓക്കെ, നമുക്കൊന്നും കൊടുക്കാനില്ലല്ലേ? അവക്ക് നമുക്ക് ഇത്രയും പൈസ കൊടുക്കണ്ടല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. 50 കൊടുത്ത്. 50 മതിയല്ല അല്ലേ? പറ്റൂല. കൊള്ളാടെ, ഇവരൊക്കെ എന്താ ആൾക്കാരാണെന്തോ. 70 മതിയല്ലേ? പോയില്ല. 80 ഇവർ കൊള്ളാം കേട്ടോ. ഇവർ നല്ല ആൾക്കാരാണ്. ഓടേയായി ഇവന്മാർക്ക് എന്തതിൻ്റെ അസുഖം? ഇവന്മാരെന്താടേ പോവാത്ത? നമുക്ക് ഒരു 5 പൈസ ബാക്കിലോട്ട് എടുക്കാണ്ട്. ഓക്കെ, 9.
എന്താ എടുക്കാൻ പറ്റാത്ത? എന്താ എടുക്കാൻ പറ്റാത്തെന്ന്? അതെങ്ങനെ ശരിയാവൂടെ? നീ എന്നെ പറയാം, എങ്ങനെ ശരിയാവും? 10 കൂടെ എങ്ങനെയെങ്കിലും ഇടറേ, അല്ലെങ്കിൽ ഒരു 1 ഇടറ. പൈസ പോയി ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതും പൈസയാണ്. 9 രൂപ അല്ലേ? നമുക്ക് 5. അതെയാ? പോയി. കണ്ടാ ഗൈസ്, ഇതാണ് നമ്മളെ ബിസിനസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് പറ്റിക്കലൊക്കെ വേണ്ടേ ഗൈസ്? ഗൈസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ ഈ കളി തുടങ്ങിയപ്പോൾ നമ്മൾ എത്ര പൈസ ഉണ്ടായിരുന്നു ഗൈസ്? ഇപ്പോൾ എത്ര ഉണ്ട്? 50 ഗൈസ് നമ്മളെ സ്റ്റാർട്ടിങ് ഇത്. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയാണ് ഗൈസ്? 57.99 ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ സെറ്റ്. നമ്മളപ്പം ഭാവി തെളിഞ്ഞ് കാണുന്നുണ്ട് ഗൈസ്. ചെക്കൗട്ട് ആർ ഫുള്ളാ അല്ല? ഓക്കെ, നമുക്കെല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. ഓക്കെ, 4.15. ഓക്കെ ചേട്ടാ, ക്രെഡിറ്റ് കാർഡാണല്ലേ? ഓക്കെ, മാരെല്ലാണ്ടും ക്രെഡിറ്റ് കാർഡാണ് ഗൈസ്. മാർ ചന്തയിൽ മീൻ വാങ്ങിക്കുന്ന ഇനി ക്രെഡിറ്റ് കാർഡായിരിക്കും. 05. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും മറന്നിരിക്കും, എനിക്ക് നല്ലപോലെ അറിയാം. എന്തായാലും നിങ്ങൾ ഏത് പറ്റിക്കാൻ നോക്കണം, ചേഞ്ച് ഒന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ എല്ലാ ദിവസവും വരണം നമ്മളെ കടയിൽ. മറക്കരുത്, നമ്മളെ കട തുടങ്ങിയതിൻ്റെ അന്നേരം നല്ല ആൾക്കാർ വന്നു ഗൈസ്. എൻ്റെ മോനെ സെറ്റ് ഗൈസ്. നമ്മൾ തുടങ്ങിയതിൻ്റെ അന്നേരം എത്ര ആൾക്കാരാണ് വന്നതെന്നുണ്ടാ ഗൈസ്? 11 ആൾക്കാർ ഇപ്പം നമ്മളെ കടയിൽ വന്നിട്ടുണ്ട്. ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ കട എല്ലാ ദിവസവും വരണം ഇതേപോലെ. നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ നിങ്ങൾ വന്ന് കയറിയിട്ടൊക്കെ പോകണം ഗൈസ്. ഓക്കെ, ഓക്കെ സെറ്റ്. എടാ പോടാ ഇറങ്ങി. അതൊന്നും ഞാൻ കൊടുക്കൂല, ആകെ നഷ്ടക്കച്ചവടമാണ്. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മതിയല്ലേ? അയ്യേ, ചെറുക്കനെ പറ്റിച്ച്. ഓക്കെ, നേരെ ഇരുട്ടി വരുന്നുണ്ട്. സന്ധ്യ ആയിട്ടുണ്ട്. നമുക്ക് രാത്രി ആകുമ്പോൾ കട അടച്ചിടണം. ഓക്കെ, ക്രെഡിറ്റ് കാർഡാണല്ലേ? നമുക്ക് 6.05. ഓക്കെ ചേട്ടാ, അപ്പോൾ എന്താണ് പരിപാടിയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എല്ലാം ക്രെഡിറ്റ് കാർഡാണ് ഗൈസ്. 10.20 ചേട്ടാപ്പം നേരെ ഇരുട്ടി വരുന്നുണ്ട് ഗൈസ്. ശരി കേട്ടോ, അപ്പം ഇതൊക്കെയാണ്. ഓക്കെ, ചേട്ടാ അവിടെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. നമ്മൾ കടയത്തെ സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ തീർന്നു ഗൈസ് നമ്മളെ കടയിൽ. പിന്നെ നല്ല രാത്രി ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ കടയെ നമ്മൾ മോഡിഫൈ ചെയ്ത് എടുക്കും ഗൈസ്. എന്തോന്നു? ഓക്കെ, കടയിൽ സാധനങ്ങളൊന്നും ഇല്ല ഗൈസ്. നമുക്കിനി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം. നമുക്ക് എന്തായാലും രാത്രി ആയല്ല ഗൈസ്. ഓക്കെ, നല്ല രാത്രി ആയിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുമോ ഗൈസ്? ലൈറ്റൊക്കെ ഓൺ ആക്കാൻ പറ്റുമോ? ടേൺ ഓൺ ദ ലൈറ്റ് യൂസിങ് ദ സ്വിച്ച് ഓഫ് ദ വാൾ. ഇവിടെ സ്വിച്ച് ഉണ്ടല്ലേ? ഗൈസ്, രാത്രി. എൻ്റെ മോനെ, രാത്രി സെറ്റ് ഗൈസ്. എല്ലാവരും തിരിച്ചു നോക്കും, ഇവിടെ ഒന്നുമില്ല. രാത്രി നമുക്ക് ലൈറ്റൊക്കെ ഓണാക്കിടാം. ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. നമ്മൾക്കിനി ലാബാണ് ഗൈസ്. കണ്ടാ നിങ്ങൾ? 1, 2, 3 123. ഓക്കെ, അടുത്ത ദിവസമായിട്ടുണ്ട്.
123 രൂപ ഉണ്ട് ഗീസ് നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ. എൻ്റെ മോനെ അപ്പോൾ സെറ്റല്ലേ ഗീസ് ഇത്. നമുക്ക് ഇതല്ല വിറ്റുള്ള സാധനമാണ് ഗീസ്. ഇത് നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചേക്കാം. പിന്നെ ഫ്ലോർ ഇതൊരെണ്ണം, പിന്നെ ഇതൊരെണ്ണം, എല്ലാം ഓരോന്ന് വെച്ചെടുത്തേക്കാം. ബ്രെഡ് നമ്മൾ ഒരെണ്ണം വെച്ചേക്കാം. പിന്നെ പാസ്റ്റ്. ഓക്കെ, നമുക്കെല്ലാം ഓരോന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. പർച്ചേസ് സെറ്റല്ലേ? ഇത് നമുക്ക് ഒന്ന് മതി, നമുക്കെല്ലാം ഒന്ന് മതിയല്ല ഗൈസ്. ഓക്കെ, നമ്മളെല്ലാം ഓരോന്ന് വെച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വന്നു എൻ്റെ മോനെ എല്ലാം വന്നു. ഓക്കെ ഗൈസ്, നമുക്കൊന്നായിട്ട് ഇതെല്ലാം എടുത്ത്. ഓക്കെ, ഇത് ബ്രെഡാണ്. ഇതിന് നമുക്ക് ഇവിടെ താഴെട്ടേക്കാം. ഇതിനൊക്കെ നമുക്കിങ്ങനെ ഒന്നായിട്ട് എടുത്ത് താഴെട്ടേക്കാം ഗീസ്. അടുത്തെടുത്തോ, കൊണ്ടുവെക്കോ, താഴെട്ടോ. അടുത്തെടുത്തോ. ഇതിൻ്റെ അകത്തുള്ള പൊട്ടുന്ന സാധനമെല്ലാം ഉണ്ടെങ്കിൽ തീന്ന് ഗീസ്. എൻ്റെ മോനെ നമ്മളെ കച്ചവടം നമ്മൾ സെറ്റാണ് ഗീസ്. പിന്നെ നമുക്ക് ഈ ഓഫീസ് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അതും കൂടെ ചെയ്താൽ ആൾക്കാരൊക്കെ വരും ഗീസ്. അത് നമുക്ക് നോക്കി വെക്കാം. നമ്മളെ കമ്പ്യൂട്ടർ പിന്നെ എന്തിനാണ് ചെയ്യാൻ പറ്റും ഗീസ്. നമ്മളെ ഗെയിമിലത്തെ കമ്പ്യൂട്ടറാണ് ഗീസ്, എന്നാൽ എന്തുവാണോ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഗീസ് ഈ ഗെയിമിൽ. ഓക്കെ, ഇത് തുറന്ന് ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്കിനി അടുത്ത പെട്ടി എടുക്കാം. തുറന്നോ. ഓയിലാണ് ഗീസ് ഇത്. വെളിച്ചെണ്ണയായിരിക്കും ചിലപ്പം. ഇതെന്തൊരു കഷ്ടോടെ. ഓക്കെ, അതിനൊക്കെ നമ്മൾ വെളിയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറൊരിടത്തും പറ്റില്ലെന്നാണ് പറഞ്ഞത് ഗീസ്. ഓക്കെ, ഇതെന്തോന്നാണ് സാധനം ഗീസ്? എന്തോന്നാണോ എന്തോ. അയ്യോ, ഇതിൻ്റെ അകത്ത് 5 ഉള്ളൂ. ബാക്കി വീടാ തീന ഗീസ്. നമുക്കിത് ലാസ്റ്റ് ഇതിനെടുത്ത് കളയണം ഗീസ്. ഓക്കെ, അതവിടെ കുഴപ്പമുണ്ട്. നമുക്കിതിന് ലാസ്റ്റ് എടുത്ത് വേസ്റ്റ് പിന്നെ ഇടാം. പെട്ടെന്ന് എവിടെയാടേ? ഞാൻ തോന്നുന്നു ടാങ്കാടേ. ഒരു ടാങ്ക് പോലത്തെ ഒരു സാധനമുണ്ട് ഗൈസ് ഇപ്പം നമ്മളെ കയ്യിൽ ഇരിക്കുന്നത്. പെട്ടെന്ന് പാൻസ എത്തിയ എന്തരാക്കിയ സാധനങ്ങളാണ് ഗൈസ്. തീന ഇല്ല. പിന്നെ മറ്റേ ഫ്ലോർ ഉണ്ട് ഗൈസ്. ഇവന്മാരൊക്കെ എന്തരടെ കാണിക്കണം. ഓക്കെ, നമ്മുടെ ബിസിനസ് നല്ലപോലെ എന്തരടെ ബിസിനസ് നല്ലപോലെ നടക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇന്നടുത്ത് ഇവിടെ ഇട്ടേക്കാം. ഇനി ഇവിടെ ഇട്ടേക്കാം. ഇനി നമുക്കെല്ലാം പിറക്കി ഇതിൻ്റെ അകത്ത് ഇടണം ഗൈസ്. നമ്മളെല്ലാം പിറക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ എല്ലാം പ്രൈസ് സെറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇതെന്തോന്നടേ ഇതിൻ്റെയൊക്കെ പ്രൈസ് നമുക്ക് ഇതിപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി പ്രോഫിറ്റാണ്. നമ്മൾ നേരത്തെ അയച്ച പോലെ തന്നെ ഗൈസ്. സൂസുവോ, നല്ല പേര് കൊള്ളാം. ഓക്കെ, നമുക്ക് മാർക്കറ്റ് പ്രൈസ് 4.83 ആണെങ്കിൽ നമുക്കിവിടെ ഒരു തുമ്മൽ വന്നതാണ് ഗൈസ്, മൈൻഡ് ആകണ്ട. ഓക്കെ, നമുക്ക് 5.50 ആക്കാം. 5 സെറ്റ്. നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും ഗീസ്. കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് നമ്മൾ നേരത്തെ വെച്ചാൽ പ്രോഫിറ്റാണ്.
ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈസ് നമുക്ക് സെറ്റാക്കാം. ഒരു മിനിറ്റ്. മാർക്കറ്റ് പ്രൈസ് 4.50 ആണെങ്കിൽ നമുക്ക് ഒരു 4.90. ഓക്കെ, നമുക്ക് ലാഭങ്ങളാണ് ഗൈസ് വേണ്ടത്. ഇതിൻ്റെ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് നമുക്കൊന്ന് സെറ്റാക്കണം. ഗൈസ് ഇത്ര 3.71 ഗൈസ് നമുക്ക്. അയ്യോ 4 ഇന്നും വേണ്ട, നമ്മൾ അത്രയൊന്നും ആയിട്ടില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ മതി. ഇതെട്ടെണ്ണല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ച് പ്രൈസ് കൂട്ടിയിട്ടേക്കാം ഗൈസ്. ഒരു 5 സെറ്റല്ലേ നമുക്ക് എന്തായാലും മാർക്കറ്റ് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗൈസ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആക്കിയേ. ഓക്കെ, നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഗൈസ്. കണ്ടാൽ നിങ്ങൾ ഇതിൻ്റെ പൊന്നി സെറ്റാണ് ഗൈസ്. ഓക്കെ, ആൾക്കാരൊക്കെ വന്ന് വലുതുകാരി വെച്ചൊന്ന് കയറിയെന്നെങ്കിൽ മതിയായിരുന്നു ഗൈസ്. ആൾക്കാരൊക്കെ വന്നു. ഒരാൾ വന്നാൽ മതി ഗൈസ്, ബാക്കിയുള്ള എല്ലാവരും വന്നോളും. ഓക്കെ, ഒരാൾ എത്തിയിട്ടുണ്ട്. ഓടെ ഇറങ്ങി ഉമ്മലൊക്കെ പോയി. ബ്രെഡ് എത്രയാണ് കൊടുക്കാം? 8.30. പോ. നമുക്ക് നമ്മളെ പൈസ കുറച്ച് കുറവാണ് എന്തായാലും. ആൾക്കാരൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ. വരണം. ഇങ്ങോട്ടേ ഒന്നോ കൂയ്. ഓക്കെ, പൈസ 5. നമുക്കിത്ര കൊടുത്താൽ മതി. പറ്റിച്ച് പൊട്ടന്മാരെ പറ്റിച്ച് ഗൈസ്. ക്രെഡിറ്റ് കാർഡാണെങ്കിൽ പറ്റിക്കാൻ പറ്റൂല ഗൈസ്, ഇങ്ങനെയാണെങ്കിൽ പറ്റിക്കാൻ പറ്റും. നമുക്കൊരു 10 കൂടെ കൊടുത്തിട്ട് മതിയാക്കാൻ പറ്റുമോ? പിന്നെയും പറ്റിച്ചടാ അപ്പ്. ഓക്കെ, സാമാനൊക്കെ പറ്റിച്ച്. നമുക്കിനി ഇവിടെ പെർഫോം ചെക്കൗട്ട് അത് നമുക്ക് 20 ആയിട്ടുണ്ട് ഗൈസ്. 25 വേണ്ടത്. അത് ഫുള്ളാകുമ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്തും. ഇവൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചല്ലാടെ. ഓക്കെ, പൈസ എത്ര നമുക്ക് കൊടുക്കേണ്ടത്? നമുക്ക് 50 മാത്രം കൊടുത്തിട്ട് പറ്റുമോ? ദിസ് ഈസ് ബിസിനസ് ഗൈസ്. കണ്ടാ, ഇത്രയേ ഉള്ളൂ. ചെറുക്കനെ പറ്റിച്ച്. ചെറുക്കനെ പറ്റിച്ചടി. ഇങ്ങോട്ട് വന്നോ. ഇവനെ പറ്റിക്കാനുള്ളതാണ് ഗൈസ്. പറ്റിച്ചാലേ ബിസിനസ്സൊക്കെ അങ്ങനെ നടന്നു പോകും. എന്തൊരു എക്സ്പെൻസീവ് ആണെന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് വാങ്ങിക്കുന്നുണ്ടല്ലോ. ഇവൻ എക്സ്പെൻസീവ് ആകും, കുറച്ച് ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് വന്നവരല്ലേ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ 50 കൊടുത്തേക്കാം. അല്ല വേണ്ട, നമുക്കേ 25, 10, 5 പറ്റിച്ച്. ഇത്രയേ ഉള്ളൂ. നമ്മളവന് 40 പൈസ കൊടുത്തോളൂ ഗൈസ്. അവൻ അതും വാങ്ങിച്ചുകൊണ്ട് സുഖമായിട്ട് പോയി. നമ്മളെ വലിയ തെറി വിളിച്ചുകൊണ്ട് പോകണമായിരിക്കും എന്തോ. ചെറുക്കാരനില്ല ഗൈസ്, അവന് കണക്ക് കൂട്ട് അറിഞ്ഞൂടാത്തവന്മാരാണ് ഗൈസ് നമ്മുടെ നാട്ടിലുള്ളത്. നമുക്ക് അത്രയും പിന്നെ കണക്കൊക്കെ അറിയാമോ. നമ്മൾ എല്ലാ ക്ലാസ്സിനൊക്കെ പോയി. ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ഒരു കുന്തോ നടക്കൂല ഗൈസ്. ക്രെഡിറ്റ് കാർഡാണെങ്കിൽ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല, പൈസ ആണെങ്കിൽ പറ്റിക്കാൻ പറ്റും. ഓക്കെ, 30. ഓക്കെ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴി പറ്റിക്കാൻ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇവന്മാരൊക്കെ എന്താ ഇങ്ങനെ. ഓക്കെ, പോ. ക്രെഡിറ്റ് കാർഡും കൊണ്ട് ഈ ഏരിയയിൽ അപ്പോൾ ഗൈസ് ഇവിടെ ഇത്ര 25 കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പർച്ചേസ് പ്രൊഡക്റ്റ് ലൈസൻസ് യൂസിങ് കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന് എന്തെന്നാണ് പറയുന്നത് ഗൈസ്? ലൈസൻസ്
ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. മാനേജ്മെൻറ്റ്, ഓ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ലൈസൻസ് വേണം ഗൈസ്. ഓ മനസ്സിലായി. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് ഇതിൽ. നമുക്കിത് ലോണൊക്കെ എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്, ടാറ്റ. എന്താ നീയൊക്കെ ഇവിടെ ഇരിക്കണം? അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗൈസ്. നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോ. ടാറ്റ.